നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. വിതച്ചും കൊയ്തും ജെയ്റ്റ്ലി. കാർഷിക മേഖലയ്ക്കും ഇടത്തരക്കാർക്കും പ്രതീക്ഷ നൽകി മോദി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബഡ്ജറ്റ്. കർഷക ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ബഡ്ജറ്റിൽ മേഖലയിലെ വികസന പദ്ധതികൾക്കായി 35,984 കോടി. കാർഷിക കടാശ്വാസ പദ്ധതിക്ക് 15,000 കോടി രൂപ വകയിരുത്തുന്ന ബഡ്ജറ്റിൽ 5 വർഷം കൊണ്ട് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും പ്രഖ്യാപനം. കാർഷിക ജലസേചന പദ്ധതികൾക്കായി വരുന്ന സാമ്പത്തിക വർഷം 8,500 കോടി ചെലവിടും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലീകരിക്കാൻ 20,000 കോടിയുടെ മാർക്കറ്റ് പദ്ധതി. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 2.87 ലക്ഷം കോടി പ്രഖ്യാപിച്ചപ്പോൾ റോഡ് ഹൈവേ വികസനത്തിന് നീക്കിവെച്ചത് 97,000 കോടി. BPL കുടുംബങ്ങൾക്ക് പാചകവാത സബ്സിഡിക്ക് പ്രത്യേക പദ്ധതി. ആശ്വാസവും അവഗണനയും. ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്താതെ ചെറുകിട നികുതിദായകർക്ക് ആശ്വാസം നൽകി ജെയ്റ്റ്ലിയുടെ ക്ഷേമ ബഡ്ജറ്റ്. നികുതി ഇളവിനുള്ള വീട്ടുവാടക പരിധി 24,000-ൽ നിന്നും 60,000-ലേക്ക് ഉയർത്തി. 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ ഇളവ്. 3 വർഷത്തേക്ക് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് നികുതിയില്ല. സിഗരറ്റ്, ആഡംബര കാറുകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വില കൂടുമ്പോൾ ഭിന്നശേഷിക്കാർക്കായുള്ള ഉപകരണങ്ങളുടെ വില കുറയും. ഡീസൽ കാറുകൾക്കും വെള്ളി ഒഴികെയുള്ള ആഭരണങ്ങൾക്കും വില ഉയരും. പെട്രോൾ, ഡീസൽ കാറുകൾക്ക് പരിസ്ഥിതി സെസ് ഏർപ്പെടുത്താനും ബഡ്ജറ്റിൽ നിർദ്ദേശം. ജനക്ഷേമത്തിന് മുൻഗണന നൽകിയ ബഡ്ജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണന. സംസ്ഥാനം ആവശ്യപ്പെട്ട റബ്ബർ വിലസ്ഥിരത ഫണ്ടിനെ കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമില്ല. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുക, എയർ കേരള പദ്ധതിക്ക് ഇളവ് നൽകുക തുടങ്ങിയ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. കടയടപ്പും പമ്പ് സമരവും. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളും വ്യാപാര കേന്ദ്രങ്ങളും നാളെ പണിമുടക്കും. പമ്പുടമകളുടെ അനിശ്ചിതകാല സമരം ഓയിൽ കമ്പനികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച്. വ്യാപാരി വ്യവസായികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ. ഓസ്കറിൽ മാക്സ് തരംഗം. അതിജീവനത്തിന്റെ കഥ പറഞ്ഞ് ആക്ഷൻ വിസ്മയം സൃഷ്ടിച്ച് മാഡ് മാക്സ് 6 ഓസ്കറുമായി പുരസ്കാരങ്ങളുടെ നെറുകയിൽ. മികച്ച നടിയായി ദ റൂം എന്ന ചിത്രത്തിൽ തടവറയിലെ സഹനത്തിന്റെ തീവ്രാനുഭവം പകർന്ന ബ്രീ ലാർസണും നടനായി ദ റെവനന്റിലെ അഭിനയത്തിന് ലിയാനാർഡോ ഡികാപ്രിയോയും. മികച്ച ചിത്രം ടോം മെക്കാത്തി സംവിധാനം ചെയ്ത സ്പോട്ട്ലൈറ്റ്. സംവിധാന മികവിന്റെ കരുത്തിൽ ദ റെവനന്റ് ഒരുക്കിയ അലജാൻഡ്രോ ഇനാരുറ്റുവിനും ഓസ്കർ. ചിത്ര സംയോജനം, ശബ്ദ സംയോജനം, ശബ്ദമിശ്രണം, പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ്, വസ്ത്രാലങ്കാരം എന്നിവയ്ക്ക് പുരസ്കാര തിളക്കത്തിന്റെ പെരുമ ചൂടി മാഡ് മാക്സ് ഫ്യൂറി റോഡ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,660 രൂപ, പവൻ 21,280 രൂപ. വെള്ളി ഗ്രാമിന് 39.92 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.